ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഗായ്സ്, കുറേ കാലത്തിന് നമ്മളൊരു വീഡിയോ ഇട്ട് തുടങ്ങിയത്. കാരണം നമ്മൾ അക്കൗണ്ട് തുടങ്ങിയിട്ട് 2-3 വീഡിയോ ഇട്ടു. അതിനുശേഷം നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴാണ് നമ്മളൊരു വീഡിയോ എടുക്കുന്നത്. കാരണം ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് കളിക്കുമ്പോൾ ഫോൺ ലാഗാവുക, കളിക്കാനും പറ്റുന്നില്ല, കറക്റ്റ് റെക്കോർഡ് ചെയ്യാനും പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ അതും കൂടാണ്ട് ഇനിയിപ്പോൾ അങ്ങനെ റെക്കോർഡ് റെക്കോർഡ് ചെയ്യുമ്പോൾ പകുതി വെച്ച് സ്റ്റോപ്പ് ആവും. പിന്നെ നമ്മൾ അത്രയും നേരം റെക്കോർഡ് ചെയ്തതൊന്നും കിട്ടത്തില്ല, എല്ലാം പോലെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചെയ്യാറ് ഇത് കടിച്ചിട്ട് അതിനുശേഷം റെക്കോർഡ് ചെയ്തിട്ട് അതിന് വോയിസ് ഓവർ കൊടുക്കും. ഇപ്പം അതാണ് ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു, ഇട്ടു, നമ്മുടെ ടീമേറ്റിനൊക്കെ ആയപ്പോൾ അവന് പൊക്കി കൊടുത്തു. കൂടെയുള്ളപ്പം അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് പോയായിരുന്നു. കാരണം കളിയുണ്ട്, അവനൊരുത്തിനുള്ളപ്പം നമുക്ക് കളി എടുക്കാമെന്ന് വേണ്ടി പോയിരുന്നു. പക്ഷേ ടീമേറ്റിനെ വന്നു, നമ്മളെ വന്നു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അങ്ങനെ സെക്കൻഡ് റൗണ്ട് വന്നു. സെക്കൻഡ് റൗണ്ട് ആയപ്പോൾ നമ്മൾ കളി കിട്ടണമല്ലോ, അതുകൊണ്ട് കുത്തിപ്പിടിച്ചിട്ടാണെങ്കിലും കളി എടുക്കുക എന്നുള്ളൊരു മൈൻഡിൽ മാക്ടണൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്ടണെടുത്തിട്ട് നമുക്കിനി കളിക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നത് കുറച്ച് പേരാണ്. നമ്മുടെ സപ്പോർട്ട് വളരെ കുറവാണ്. നമുക്ക് കാണുന്നത് ഇച്ചിരി പേരാണ്. അവരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ ഓക്കെ. ഇത് നമുക്ക് ആ സപ്പോർട്ട് പോലും കിട്ടുന്നില്ല. അപ്പോൾ കാണുന്നവരൊക്കെ പറ്റുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ നമ്മൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. എബിലിറ്റി ഇട്ടിട്ട് നമ്മൾ ഒരാൾക്ക് 25 കൊടുത്തു. അങ്ങനെ നമ്മൾ ഇതിലിങ്ങനെ പോയിട്ട് നോർമലി ഈ ഒരു റൗണ്ട് ആകുമ്പോൾ ഈ ഒരു സ്ഥലം വരുമ്പോൾ ഇവിടെയൊക്കെ ക്യാമ്പ് ചെയ്തിട്ട് എനിമീസ് നിൽക്കാറുണ്ട്. അതും കരുതിയിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ ഇവിടെ എനിമീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ നിന്നിട്ട് നോക്കി, എനിമിനെ കണ്ടില്ല. പിന്നെ നമ്മൾ താഴെ ഇറങ്ങി, താഴെ എനിമി ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എനിമി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് പോയപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നമ്മുടെ മുന്നിൽ ഒരുത്തം വന്നു. അപ്പോൾ അവന് അത്യാവശ്യം ആദ്യം നമ്മൾ ഡാമേജ് ചെയ്തിട്ടു, പിന്നെ അവനെ അടിച്ചു, കൊന്നു. രണ്ടാമത്തേനാണ് അവനറിയാമെന്ന് നമ്മൾ കണ്ടു. വിചാരിച്ചില്ലായിരുന്നു, ഞാൻ ആദ്യം കണ്ടിട്ടില്ലായിരുന്നില്ല. അങ്ങനെ അത്യാവശ്യം ഡാമേജും കൊടുത്ത് അതിൻ്റെ ഇടയ്ക്കൂടെ 2 ഹെഡൊക്കെ കയറിയിട്ട് അതിലൊരുത്തന്നെ നമ്മൾ ഫിനിഷ് ചെയ്തു, ഒരുത്തന്നെ നമ്മൾ ടീമേറ്റും ഫിനിഷ് ചെയ്തു. അങ്ങനെ പിന്നെ രണ്ടാമത്തെ റൗണ്ട് നമ്മളെടുത്തു. അപ്പോൾ 1-1 എന്നായി. അത് കഴിഞ്ഞിട്ട് തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാറായി. തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാറപ്പോൾ നമ്മൾ ഗണ്ണൊന്നും എടുത്തില്ല. കാരണം അതിന് മാത്രം ടെൻഷൻ ഉണ്ടാകുന്നില്ല. റൗണ്ട് എടുക്കാൻ നിർത്തി. അപ്പോൾ നമ്മൾ മാക്ടൺ ലെവൽ 1 ആയിട്ടുണ്ടായിരുന്നു. 2 പേരെ നോക്കിയിട്ടുണ്ട്, 5 ചിപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ എബിലിറ്റി ഇട്ടു. അപ്പോൾ അവിടെ രഞ്ജിനെ നമ്മൾ സ്പോട്ട് ചെയ്തു. അവർ 25 ഡാമേജും കൊടുത്തു. അപ്പോൾ നമ്മൾ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടാകുമ്പോൾ വരും പഠിക്കാമെന്ന് കരുതി നിന്നു. അപ്പോൾ നമ്മുടെ ടീമേറ്റ് വന്നിട്ട് അവിടെ നമ്മുടെ അടുത്ത് വന്നിരിക്കുക. അവൻ്റെ തലയാണെങ്കിലും അവൻ എവിടെ നോക്കിയാലും കാണും. അതിൻ്റെ ഇടയിൽ അവൻ ഇരുന്ന് കാണിക്കണം. അപ്പോൾ നമ്മളിങ്ങോട്ട് നീങ്ങി നിന്നു. അവൻ പോയില്ല. അതായത് നമുക്ക് മനസ്സിലായി അവിടെ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ അവൻ്റെ പൊട്ടത്തരം കൊണ്ട് നമ്മൾ ചാവും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടുകയാണ്. അപ്പോൾ അവൻ നമ്മുടെ ബാക്കിൽ പിന്നാലെ വെച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ ഇല്ല. അവൻ ബുദ്ധിയുണ്ടാവർക്ക്. അത് നമ്മൾ വരും പഠിക്കാനുള്ള മൈല നിന്നായിരുന്നു. എന്തോ പക്ഷെ അവിടെ എന്താണോന്ന് അറിയത്തില്ല, അടിച്ചില്ല. അങ്ങനെ നമ്മൾ സെക്കൻഡ് റൗണ്ട് നമ്മളെടുത്തു. തേർഡ് റൗണ്ട് നമ്മളെടുത്തു. അപ്പോൾ 2-1 ദെൻ ഫോർത്ത് റൗണ്ട് വന്നിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യത്തിൽ നമുക്കൊരു പറ്റില്ല. നമ്മൾ 2 റൗണ്ട് നമ്മളെടുത്തപ്പോൾ നമുക്ക് ഇച്ചിരി പറ്റിച്ച് കാണിക്കാൻ വേണ്ടി നമ്മൾ വേണ്ടി ടീമോട്ടൊക്കെ ഇട്ട് ലോലൊക്കെ ഇട്ട് നമ്മളിവിടെ ഇങ്ങനെ നിൽക്കറുന്നു. ഫസ്റ്റ് അതിൽ കയറുമെന്നാണ് കരുതി, പക്ഷെ കയറിയില്ല. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ കയറി വെറുതെ 2 വെടിയൊക്കെ അടിച്ചിട്ട് പിന്നെ ഈ ഒരു സ്ഥലം വന്ന് ഇതിൻ്റെ മുകളിൽ എനിക്ക് കാരണം നിർബന്ധമാണ്. അങ്ങനെ നമ്മൾ ഒന്നും നോക്കാണ്ട് നേരെ അങ്ങ് കയറി. അറിയത്തില്ലായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഭാഗ്യത്തിന് അവിടെ എനിമി ഉണ്ടാകുന്നില്ല. അങ്ങനെ നമ്മളിവിടെ നിന്നു. അപ്പം അതിൻ്റെ ടോപ്പിൽ ഒരുത്തന്നെ നമ്മൾ കണ്ടു കൊടുത്തു. ഫസ്റ്റ് കയറിയതൊരു 33 ഹെഡാണ്. അടിച്ചത് നമുക്ക് നമ്മളങ്ങനെ. അപ്പോൾ നമ്മളുടെ ടീമേറ്റ് അവിടെ നിൽക്കുന്നുണ്ട്, പൊക്കാനും വരുന്നില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ മൈക്കോണാക്കിയിട്ട് ഞാൻ റിവൈവ് റിവൈവ് എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ റിവൈവ് ആക്കുന്നു. അത് നമ്മളവിടെ ഇരുന്ന് പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കേറ്റ് അടിച്ചു. അതിനുശേഷം നമ്മളിങ്ങനെ താഴത്തോട്ട് ഇറങ്ങിയിട്ട് എനിമീനെ അടിക്കാനായിട്ട്. അപ്പോൾ അവിടെ എനിമീനെ നമ്മൾ കണ്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മറ്റൊരു മെഡിക്കും കൂടെ അടിച്ചു. അങ്ങനെ ലൈഫ് ഫുള്ളാക്കി. എന്നിട്ട് നമ്മളിതിലിങ്ങനെ പോയപ്പോൾ
പിന്നെയാണ് എനിക്കിങ്ങനെ തോന്നിയത് എന്തായാലും ഇറങ്ങിയത് ഭാഗ്യമായിരുന്നു. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മുടെ ടീമേറ്റ് നിൽക്കുന്നുണ്ട് കണ്ടോ. അപ്പം നോക്കാൻ ഭാഗ്യത്തെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് കാരണം മരിച്ചില്ല. അങ്ങനെ അപ്പോൾ നമ്മളിവിടെ നിന്നു. അപ്പോൾ ഒരുത്തം വന്നു, നമ്മൾ അടിച്ചിട്ടു. അത് റേഞ്ചില്ലായിരുന്നു എന്നിട്ട് അവനെ പൊക്കാം. അപ്പോഴും നമ്മൾ നൈസിൽ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ റേഞ്ചില്ലാത്തതുകൊണ്ട് തിരിച്ച് നമ്മൾ നോക്കിട്ടു. അങ്ങനെ 3 നേരം നമ്മൾ നോക്കിട്ടു. അതിന് ലൈഫില്ലായിരുന്നു, മെരുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പം അടുത്ത ആളെ നമ്മൾ തിരയിരുന്നു. അപ്പം നമ്മൾ കണ്ടില്ല, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ എബിലിറ്റി ആയപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ സോറി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അതേ അവനെ കണ്ടു. പിടിച്ചിട്ട് അവനെയും കൂടെ എടുത്തിട്ട് നമ്മളത് ഈസ് അടിച്ചിട്ട് റൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പദ്ധതി നിർബന്ധമാണല്ലോ, കാരണം ഈസൊക്കെ അടിച്ചില്ലേ. അപ്പോൾ ഈസൊക്കെ അടിച്ചിട്ട് ഇതിൽ 2 ലോലൊക്കെ ഇട്ട് അങ്ങനെ ലാസ്റ്റ് 5ാമത്തെ റൗണ്ട് തന്നു. ഈ ഒരു റൗണ്ടും കൂടെ ജയിച്ചാൽ നമ്മൾ കളി എടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഇനിയും കളിക്കേണ്ടി വരും. അപ്പോൾ നമ്മളിങ്ങനെ ഗണ്ണൊക്കെ എടുത്ത് എല്ലാം പർച്ചേസ് ചെയ്ത് സെറ്റ് ചെയ്ത് 2 മെഷൊക്കെ വാങ്ങിച്ച് കൂട്ടത്തിൽ വെസ്റ്റൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് സെറ്റ് ചെയ്ത് ക്യാഷ് ഉണ്ടായിരുന്നു. മറ്റേ ക്യാഷ് വേണമെന്നൊക്കെ അതിലിങ്ങനെ ചോദിക്കുമല്ലോ, അതൊക്കെ ചോദിച്ച് ഐ ഹാവ് മണീന്ന് കിട്ടും. അപ്പോൾ അവർക്കൊന്നും സാധനം വേണ്ട, കാരണം ലാസ്റ്റത്തെ 3 റൗണ്ട് നമ്മളാണല്ലോ ജയിച്ച് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്യാഷ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളിവിടെ ഇങ്ങനെ എനിമി വരുമോ എന്നുള്ള മൈൻഡിൽ ഇങ്ങനെ നിൽക്കാമായിരുന്നു. അപ്പോൾ ആ റേഞ്ച് പോയവനാണെന്ന് തോന്നുന്നു. അവൻ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നൈസിൽ അവനെ ഹെഡ് അടിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് അവനെ പെട്ടെന്ന് നമ്മൾ പിന്നെ ചെയ്തു. എന്നിട്ട് നമ്മളിങ്ങനെ കയറി ചെന്നപ്പോൾ അവിടെ എനിമി ഉണ്ടെന്ന് അറിയാൻ പറ്റും, അവനെ അടിക്കാൻ പറ്റിയില്ല. നമ്മളിവിടെ ഇങ്ങനെ നിന്നു. അതിന് ശേഷം അടിക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേന് അവിടെ പോയിട്ട് നമ്മുടെ ടീമേറ്റ് അവനെ അടിച്ചു. അതിൻ്റെ ഇടയിൽ നമുക്ക് നല്ല ഡാമേജ് ഇട്ടിട്ട് ഒരു ബ്ലോക്ക് ഇട്ടിട്ട് നമ്മൾ മെഡൊക്കെ അടിച്ചു. പിന്നെ നമ്മൾ കയറി അവിടെ വെയിറ്റ് ചെയ്തു. ഒരുത്തിന് അത്യാവശ്യം ഡാമേജ് കൊടുത്തു. പക്ഷെ അവനെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു ടീമേറ്റ് നോക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാഗ്നം വെച്ചിട്ട് കയറി വന്ന ഒരുത്തനെ അങ്ങ് അടിച്ചു. അപ്പം നേരിട്ടപ്പോഴത്തേനും നമ്മളൊരു ഗ്ലൂ ആയിട്ട് കവർ ചെയ്തു. ഇത് പിന്നെ നമ്മളവിടെ നിന്നു. നമ്മൾ നോക്കിട്ടവനെ നമ്മളങ്ങോട്ട് നൈസിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കില്ല് വയ്ക്കാൻ പിക്കില്ലേ, കളി പോയാൽ നമുക്ക് അടുത്ത കളി എടുക്കാം. പക്ഷേ കില്ല് പോയാൽ നമുക്ക് ആ കില്ല് കിട്ടത്തില്ലല്ലോ. നമ്മൾ ആ കില്ലങ്ങ് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ എബിലിറ്റി ഇട്ടപ്പോൾ അവിടെ മാർക്ക് ചെയ്ത് കാണിച്ചപ്പോൾ ഞാൻ കരുതത് ഒരുത്തനും കൂടെ ഉള്ള അവനാണെന്ന് കരുതി പോയപ്പോഴത്തേനും അത് അവനായിരുന്നില്ല. അങ്ങനെ നൈസിൽ അവനെ എടുത്തു. അപ്പോഴത്തേന് നമ്മുടെ ടീമേറ്റ് മറ്റവനെയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ആ റൗണ്ടും കൂടെ എടുത്തിട്ട് നമ്മൾ കളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കഴിഞ്ഞാൽ